എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നല്ല മഴയായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പോഴൊക്കെ. ഇപ്പോൾ ഒന്ന് തോർന്നിട്ടുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇനി വിളക്കൊന്ന് കത്തിക്കണം. പിന്നെ ഇപ്പോൾ അറിയാം 2-3 ദിവസം കൊണ്ട് സ്കൂൾ അവധിയായിരുന്നു. തിങ്കളാഴ്ച വരെ ബക്രീദ് ഇതൊക്കെ ആയിട്ട് സ്കൂൾ അവധിയായിരുന്നല്ലോ. അന്നൊക്കെ നല്ല അന്തരീക്ഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം സ്കൂൾ വീണ്ടും തുറന്നപ്പോഴേക്കും മഴയും തുടങ്ങി. രാത്രിയൊക്കെ മഴയായിരുന്നെന്ന് തോന്നുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് നല്ല രീതിയിൽ മഴ പെയ്യണുണ്ട്. പിന്നെ ഇപ്പോൾ ഒന്ന് കുറച്ച് തോർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇനി നേരെ അടുക്കളയിലോട്ട് പോകണം. ഞാൻ മുന്നേ പറഞ്ഞില്ലേ കേശുവിന് ഇപ്പോൾ സ്കൂളിൽ തുറന്ന്, അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമെന്ന്. ഇപ്പം ഞാൻ ഓക്കെ ആയി. അപ്പോൾ എനിക്കിപ്പോൾ അറിയാം എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് പുതിയൊരു കാര്യം കൂടെ നമ്മളെ ജീവിതത്തിലോട്ട് വരുമ്പോൾ നമുക്ക് അതൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് കുറച്ച് സമയം വേണമല്ലോ. ഇപ്പോൾ എനിക്കത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പോൾ നേരെ ഇനി അടുക്കളയിലോട്ട് വന്നിട്ട് ആദ്യം ഒരു ചായ ഇടണം. അപ്പോൾ പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ലൊരു ഇഞ്ചി ചായയാണ് ഇടാൻ പോണത്. പാലും വെള്ളവും കൂടെ വെച്ചിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ഏലക്കയും കൂടെ ചതച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ചായ ഉണ്ടാക്കുമ്പോൾ തന്നെ ഭയങ്കര മണമാണ്. നല്ലൊരു ഫ്രഷ് സ്മെല്ല് തോന്നും. കുടിക്കുമ്പോഴും അങ്ങനെ തന്നെ നല്ല കിടിലൻ ചായയാണ്. അപ്പോൾ അങ്ങനെ ചായയൊക്കെ ഇട്ട് കേശുവിൻ്റെ അച്ഛന് ചായ കൊടുത്ത് ഞാനും ചായയൊക്കെ കുടിച്ചിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മോന് കൊണ്ടുപോകാനുള്ള സംഭവങ്ങൾ മാത്രം രാവിലെ ഉണ്ടാക്കും. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള എന്തെങ്കിലും കറി ഉണ്ടല്ലോ അതും കൂടെയൊക്കെ ഉണ്ടാക്കും. പിന്നീടാണ് അതിന് ശേഷമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലെല്ലാം. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് സമയവും കിട്ടൂല, ആകെപ്പാടെ ബഹളമായിരിക്കും. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതുപോലെ കുറച്ചൊന്ന് സെറ്റായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താലേ നടക്കുമെന്നൊക്കെ ഉള്ളതായപ്പോഴേക്ക് ഇപ്പോൾ എല്ലാം ഓക്കെ ആയി. അപ്പോൾ ചായയൊക്കെ ഇട്ട് ഉടനെ തന്നെ ആ പാത്രം കഴുകി വയ്ക്കും. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണിപ്പോൾ. അങ്ങനെ പാത്രങ്ങളും ചായ ഇട്ട പാത്രങ്ങളും ചായ കുടിച്ച കപ്പും അതിൻ്റെ അരിപ്പും എല്ലാം അങ്ങ് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് ഇതിൻ്റെ വേസ്റ്റൊക്കെ ഇരുന്നതാണ്. അപ്പോൾ രാവിലെ വേസ്റ്റ് എടുക്കാനായിട്ട് ആ പയ്യൻ വന്നായിരുന്നു. അപ്പോൾ അവന് വേസ്റ്റൊക്കെ എടുത്ത് കൊടുത്തിട്ട് അതൊക്കെ അങ്ങ് കഴുകി വെച്ചപ്പോഴേക്കും അത്രയും ഭാഗം അങ്ങ് ക്ലിയറായി. ഇനി കേശുവിന് കൊണ്ടുപോകാനുള്ള ലെമൺ റൈസാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പട്ടയും ഗ്രാമ്പും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോഴേക്കും എൻ്റെ കൈക്ക് ഒരു കൈപ്പിടി അരി മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത്ര മാത്രം മതിയായിരിക്കും കേശുവിന് ഒരു നേരത്തേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ആ അരിയും കൂടെ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ അരിക്ക് കുറച്ച് വേവ് കൂടുതലാണ്. മുന്നേ ഞാൻ വാങ്ങിച്ച ബിരിയാണി അരിക്ക് ഇത്ര വേവില്ലായിരുന്നു. അപ്പോൾ അതവിടെ വെന്തുകൊണ്ടിരിക്കട്ടെ. ആ സമയം കൊണ്ട് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കണം. അപ്പോൾ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അതൊക്കെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും പോലെ തലേ ദിവസം രാത്രി വെള്ളത്തിടാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഞാൻ രാവിലെ 5 മണിയായപ്പോഴത്തേക്ക് എഴുന്നേറ്റ ഉടനെ വെള്ളം തിളപ്പിച്ച് ഗ്രീൻ പീസ് അതിലിട്ട് കാസറോളിൽ വെച്ചതിന് ശേഷമാണ് അടിച്ചു വാരലും കാര്യങ്ങളിലോട്ടൊക്കെ കിടന്നത്. അപ്പോൾ ഈ സമയമായപ്പോഴേക്കും നല്ല കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ഇട്ട് കൊടുത്ത് ഇനി ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് തക്കാളി ഉണ്ടെങ്കിൽ ഒരു തക്കാളിയും കൂടെയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മുളക് പൊടി, പിന്നെ നമ്മൾ മസാലപ്പൊടികളൊക്കെ എല്ലാം ചേർക്കണമല്ലോ. പക്ഷെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഞാനിന്ന് വിചാരിച്ച് കേശുവിന് ഇന്ന് രാവിലെ സ്നാക്സായിട്ട് അപ്പവും ഗ്രീൻ പീസ് കറിയും കൊണ്ടുപോകാമെന്ന്. രാവിലത്തെ കാര്യം അറിയാമല്ലോ, 8 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോഴേക്കും ഒന്നും കഴിക്കൂല. പിള്ളേർക്കൊക്കെ എങ്ങനെ ഇത്രയും നേരം വെളുക്കുമ്പോഴേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു ഗ്ലാസ് പാല് നിർബന്ധിച്ച് കൊടുത്താണ് കൊണ്ടുപോകണത്. അപ്പോഴേക്ക് ഇത് അപ്പോൾ ഒക്കെ പിന്നെ പിള്ളേരൊക്കെ ഇടയിലിരിക്കുമ്പോഴേക്കും പിന്നെ ഞങ്ങൾ കഴിച്ചോളും. അങ്ങനെ ഗ്രീൻ പീസൊക്കെ എല്ലാം ഇതാക്കി ഇനി മസാലകൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പെരുംജീരകം അതൊക്കെ ചേർത്ത് എല്ലാമൊക്കെ ചേർത്ത് ഉപ്പും ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇനി കുക്കർ അടച്ച് അടുപ്പത്ത് വെച്ചാൽ മതി. ഒരു 5-6 വിസിലാവുമ്പോഴേക്ക് അത് നന്നായിട്ട് നമ്മൾ കടല പോലെയല്ല ഗ്രീൻ പീസ് വെന്തങ്ങ് കുഴഞ്ഞു വരുമല്ലോ. കടലേക്കാളും എനിക്കിപ്പോൾ ഇഷ്ടം ഗ്രീൻ പീസാണ്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് അതങ്ങ് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ കേശുവിനും ഗ്രീൻ പീസ് കറിയും അപ്പവും കൂടെ കൊടുത്തു വിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴേക്ക് നമ്മുടെ ബിരിയാണി അരിയും കൂടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനെ അങ്ങ് ഊറ്റി വയ്ക്കണം. അതിനെ ഊറ്റി വെച്ച ഉടനെ
ഊറ്റി വെച്ചിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യണമല്ലോ. അപ്പോഴേക്കൊണ്ട് കേശു പറയണം, അമ്മ പുറത്തോട്ട് നോക്ക് ഭയങ്കര മഞ്ഞെന്ന്. അപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിക്കണത്. രാവിലത്തെ ഈ ഓട്ടപ്പാച്ചിൽ അത് ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല. അതാ കണ്ടില്ലേ, ഭയങ്കരമായിട്ട് കോട ഇറങ്ങിയതുപോലെയായിരുന്നു. മൊത്തത്തിലിങ്ങനെ ഒരു മൂടൽ പോലെയായിരുന്നു കാണാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാനും. പിന്നെ ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പലണ്ടി ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി അതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. കപ്പലണ്ടി തോലോടെ കൂടി തന്നെയാണ് ഇടണത്, തോല് കളഞ്ഞിട്ടൊന്നും അല്ല ഇടണത്. അപ്പോൾ കപ്പലണ്ടി ഒന്നിങ്ങനെ മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് ക്യാരറ്റും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഈ ലെമൺ റൈസിൽ ക്യാരറ്റൊക്കെ ഇടുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാ റെസിപ്പിയും എങ്ങനെയാണെന്ന് അതിൻ്റെ ഐഡിയ മാത്രമേ നോക്കുള്ളൂ. അതെങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റേതായ സ്റ്റൈലിലാണ് ചെയ്യണത്. ഞാൻ എപ്പോഴും പറയും പോലെ അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടേതായ ഒരു സിഗ്നേച്ചർ അതിൽ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുത്ത് ക്യാരറ്റ് കൊത്തിയരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ കേശുവിനായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഒരു പിടി എൻ്റെ കൈക്ക് ഒരു പിടി അരി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അതിലൊരല്പം ബാലൻസ് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു മുറി നാരങ്ങ മാത്രമേ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നാരങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ലെമൺ റൈസ് എല്ലാം ഉണ്ടാക്കുന്നത് ആ ഒരു കളർ കൊണ്ട് വരാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ഇനി നമ്മൾ ഓൾറെഡി ചോറ് വേവിച്ചത് ഉപ്പിട്ടാണ്. അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ചോറും കൂടെ ഇതിലേക്കിട്ട് ഇളക്കിയെടുത്താൽ മാത്രം മതി. നല്ല കിടിലൻ ലെമൺ റൈസ് റെഡിയായി. ഞാൻ ഇന്ന് ചോദിച്ചതാണ്, മോനെ ഒരു കാര്യം ചെയ്യാം, ഇന്ന് അമ്മ ചോറ് തന്നു വിടട്ടെ, ചോറും പിന്നെ കുറച്ച് ബീട്രൂട്ട് തോരനും ചമ്മന്തിയും കൂടെയൊക്കെ അരച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി മൊത്തത്തിലിട്ട് ചോറിലിട്ട് ഇളക്കി ഞാൻ തരാം, മോൻ കഴിക്കുമെന്ന് ചോദിച്ചപ്പോഴേക്കും ഒരു രക്ഷയുമില്ല. അവന് വേണ്ട, മോന് വേണ്ട എന്നാണ് പറയണത്. പിന്നെ ഈ പറയും പോലെ നോൺ വെജ് അലൗഡ് ആയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മുട്ട പൊരിച്ചതോ മീൻ പൊരിച്ചതോ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടാമല്ലോ. ഇപ്പോൾ നോൺ വെജ് അവർക്കവിടെ മുട്ട പോലും സ്കൂളിൽ കയറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് കൊടുത്തു വിടും, ഉച്ചയ്ക്കൊക്കെ എന്ത് കൊടുക്കുമെന്ന് ഇങ്ങനെ ഫുൾ കൺഫ്യൂഷനാണ്. കുറച്ചും കൂടെ മുതിർന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഈ കുഞ്ഞു പിള്ളേർക്ക് എന്തെങ്കിലും കൊടുക്കണത് തന്നെ ഒന്നെങ്കിലും മുട്ടയും പൊരിച്ച് അല്ലെങ്കിൽ മീനും പൊരിച്ചൊക്കെ ആയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊടുത്തൊക്കെ വിടാനായിട്ട്. അപ്പോൾ ഇതാ ചോറൊക്കെ പാത്രത്തിലാക്കിയിട്ട് അതിനെ ഒന്ന് അടച്ച് വെച്ചില്ല. ഞാൻ ആ അടപ്പൊന്നിങ്ങനെ കമിഴ്ത്തി വെച്ചിട്ടേ ഉള്ളൂ. കാരണം ഇപ്പോഴേ അങ്ങ് ചൂടോടുകൂടെ അടച്ചൊക്കെ വെച്ചിരുന്നാൽ ആ സമയമാകുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചീത്തയായി പോകും പോലെ എങ്ങനെ ആയി പോകുന്നൊരു പേടിയായിരുന്നു. കുറച്ച് ആവി പോയതിന് ശേഷം മാത്രം അടച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇനി ഇതാ കുഞ്ഞനപ്പം നമുക്കുണ്ടാക്കും പോലെയല്ല, ഒരു ചെറിയ രീതിയിൽ അപ്പം കൂടെ ഉണ്ടാക്കിയെടുത്ത് ഗ്രീൻ പീസ് കറി അവിടെ റെഡി ആയിട്ടുണ്ട്. മഴ തകർക്കുകയാണ്. ആ നേരത്തെ കണ്ട കോളെല്ലാം എന്താ പെയ്തിറങ്ങുന്നുണ്ട്. ഭയങ്കര മഴ. അപ്പോൾ പിന്നെ മോനെ കൊണ്ട് സ്കൂളിലൊക്കെ ആക്കി അതൊന്നും അറിയാമല്ലോ. ആ സമയമാകുമ്പോൾ നമ്മളിങ്ങനെ കാല് നിലത്ത് തൊടാണ്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. എത്രയൊക്കെ നേരത്തെ എഴുന്നേറ്റാലും ആ ഒരു സമയമാകുമ്പോൾ ഭയങ്കര വെപ്രാളമാണ്. അങ്ങനെ മോനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തുണികളെല്ലാം അലക്കിയിട്ടിരിക്കുകയായിരുന്നു. എടുത്ത് വെളിയിൽ കൊണ്ട് വിരിക്കാനായിട്ട് ഒരു രക്ഷയുമില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റാൻഡിൽ മുറിക്കകത്ത് വെച്ചിട്ട് സ്റ്റാൻഡിലാണ് ഇരിക്കുന്നത്. പിന്നെ മെഷീനിൽ കഴുകി എടുക്കുന്നത് കൊണ്ട് നന്നായിട്ട് ഉണക്കിയും കൂടെ കിട്ടുമല്ലോ. അപ്പോൾ വലിയ പ്രശ്നമില്ല. നമ്മൾ കാറ്റടിച്ച് നാളേക്ക് ആകുമ്പോഴേക്കും ഒന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ മഴയെന്ന് പറഞ്ഞാൽ മോനെ കൊണ്ടാക്കുന്ന സമയത്ത് മഴ ഒന്ന് തുറന്ന് തിരിച്ച് വന്നപ്പോഴേക്കും നമ്മൾ ഒരു പകുതി ആയപ്പോഴേ ചെറുതായിട്ട് മഴ തുടങ്ങി. എന്തായാലും വന്നതിന് ശേഷമാണ് ബാക്കി പെയ്തിറങ്ങിയത്. അതുകൊണ്ട് ഒരു രക്ഷയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേശുവിനുള്ള സ്നാക്സും അതുപോലെ തന്നെ ലഞ്ചും കൊടുത്ത് വിട്ടിട്ട് അതിന് ശേഷം അപ്പോൾ ഞാൻ ഓൾറെഡി ഗ്രീൻ പീസ് വരെ ഉണ്ടാക്കി വെച്ചല്ലോ. അപ്പോൾ ഞങ്ങൾ മോനെ കൊണ്ട് 8 മണിയാകുമ്പോൾ സ്കൂളിൽ പോകും. കൊണ്ടാക്കി 8:15 ആകുമ്പോഴേക്കും നേരെ കടയിൽ പോകും. അപ്പോൾ കടയിൽ പോയിട്ട് 2 കടയും അടിച്ച് വാരി വിളക്കെല്ലാം കത്തിക്കുമ്പോഴേക്കും നമുക്ക് പുതിയൊരു സ്റ്റാഫ് വന്നിട്ടുണ്ട്. പുള്ളിക്കാരത്തി വരും. അപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം പിന്നീട് ഞാൻ പോയില്ല, ചേട്ടനങ്ങ് കടയിൽ പോവാറാണ് പതിവ്. ുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഈ ഒരു പയറ് മെഴുകുരട്ടി ഉണ്ടാക്കണം. ഇത് ഇവിടെ ചേട്ടനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മെഴുകുരട്ടി ഉണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് കൊണ്ട് വെച്ചിരുന്നതായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പയറിനാണ് ഇങ്ങനെ ഷേപ്പ് ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ അത് ചന്തയിൽ നിന്ന് കിട്ടിയപ്പോൾ അത് വാങ്ങി.
പിന്നെ ഇതാ ഏറ്റവും രസം എന്താ, ഇങ്ങനെ ഒരു ചൂര ഞാൻ കണ്ടിട്ടേ ഇല്ല. നമ്മളിവിടെ കരിയാളപ്പൊടി കൊഴിയാളപ്പൊടി എന്ന് പറയുമല്ലോ, ആ മീനാണെന്ന് വെച്ചിട്ടാണ് വാങ്ങിക്കാനായിട്ട് ചെന്നത്. അപ്പോഴാണ് പറയണത് ഇതാണ് സംഭവം, കുട്ടിച്ചൂരയാണെന്ന്. തീരെ ചെറിയ ചൂര, നല്ല ടേസ്റ്റാണ് വെച്ചാലെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുകയും കേൾക്കുകയും ചെയ്യണത്. പിന്നെ നമ്മുടെ സാധാരണ ചൂരയും വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട് മീനിലിടാനായിട്ട്. പിന്നെ അതാ ചക്ക, ഒരു 4-5 ദിവസം ആയതാണ്, കവറിൽ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. ആ ചക്ക ഇന്ന് എരിശ്ശേരി വെക്കണം. ഇത് ഇന്ന് ഈ മീനെ എടുക്കണുള്ളൂ, ഇതങ്ങ് വെച്ചിരിക്കണം. പിന്നെ പയറും മെഴുക്ക് വരട്ടി ഉണ്ടാക്കണം, പറ്റുമെങ്കിൽ ഒരു രസം കൂടെ വയ്ക്കണം. ഞങ്ങൾ കടയിൽ നിന്ന് വന്നപ്പോഴേക്ക് മീനൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ ചക്ക ഇവിടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ചക്ക എരിശ്ശേരിയും വെച്ച് മീൻകറിയൊക്കെ വയ്ക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാന്. പക്ഷേ എന്ത് പറയാനായിട്ട്, ചക്ക നല്ല വിളഞ്ഞ ചക്കയായിരുന്നു. അച്ഛൻ കൊണ്ട് വന്നപ്പോഴേക്ക് ചക്ക എരിശ്ശേരി വെക്കാമെന്ന് പറഞ്ഞ് ചക്ക എടുത്തപ്പോഴേക്ക് ചക്ക ഫുള്ള് മധുരം വെച്ച് പോയി. പിന്നെ നല്ല മധുരം വെച്ചാൽ പിന്നെ കറി വയ്ക്കാനായിട്ട് കൊള്ളൂലല്ലോ. അങ്ങനെ പിന്നെ ചക്ക മാറ്റി വെച്ചിട്ട് പയർ മെഴുക്ക് വരട്ടി വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയും പയർ, ഒരു പിടി പയറേ ഉള്ളൂ, പക്ഷേ ഇത്രയും തന്നെ ചിലവാവില്ല. ഉച്ചയ്ക്ക് ഒരു നേരത്തെ മാത്രമേ ഈ പുള്ളിക്കാർ ചോറ് കഴിക്കാറുള്ളൂ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് രാത്രി എന്തെങ്കിലും വേറെ ഉണ്ടാക്കണം. എനിക്ക് പയർ മെഴുക്ക് വരട്ടി കഴിക്കും എന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് ജീവനൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വാങ്ങിച്ച പയറിൽ ഒരു പിടി പയറായിരുന്നു, കണ്ടല്ലോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പകുതി എടുത്താണ് മെഴുക്ക് വരട്ടിക്ക് കട്ട് ചെയ്തത്. കാരണം ചിലവാവണത് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ, ചുമ്മാ നമ്മൾ ഉണ്ടാക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പയർ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത് അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട്. ഇനി സവോളയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു ചെറിയൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കണുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് ഈ സംഭവങ്ങൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടെ അതിലേക്കിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ആദ്യം ഒന്ന് വലിയ തീയിലേക്ക് ഇട്ട് നിങ്ങൾ ചൂടാകുമ്പോഴേക്ക് തീ കുറച്ച് വെച്ചിട്ട് അങ്ങ് അടച്ച് വെച്ചിരുന്നാൽ മതി. അവിടെ ഇരുന്ന് അതങ്ങ് പാകമായിക്കോളും. അപ്പോൾ ഇതിനെ അങ്ങ് അടുപ്പത്ത് വെച്ചിട്ട് മീൻ കട്ട് ചെയ്യാനായിട്ട് നിന്നാൽ മീനൊക്കെ കട്ട് ചെയ്ത് കഴുകി എടുക്കുമ്പോഴേക്ക് ഈ സംഭവം അങ്ങ് റെഡിയാവും. ഇല്ലെന്നുണ്ടെങ്കിൽ മീൻ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഇതും നടക്കില്ല അതും നടക്കില്ല. അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു മരിച്ചിനി ഇരിപ്പുണ്ടായിരുന്നു. ഇത് ഈ ഒരു പീസ് മരിച്ചിനേ ഉള്ളൂ. അപ്പോൾ അതിനെ ഇനി മരിച്ചിനി അവിയൽ വയ്ക്കാമെന്ന് വിചാരിച്ച്. ഇത് നല്ല വേവണ മരിച്ചിനിയാണ്, നമ്മൾ അങ്ങനെ അധികം വേവാത്ത മരിച്ചിനിയാണ് സാധാരണ അവിയൽ വയ്ക്കുന്നത്. അപ്പോൾ നല്ല വേവണ മരിച്ചിനിയാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നിൽക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഈ പറയും പോലെ മരിച്ചിനി അവിയലിനും ആ ഒരു പീസ് മരിച്ചിനി മതി, ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം ഒത്തുപൂരം ഇരുന്നാലും എനിക്ക് കഴിക്കാം. വൈകുന്നേരമല്ല രാത്രി എനിക്ക് ചോറാണ് കുറച്ചും കൂടെ ഇഷ്ടം. ചേട്ടനാണെങ്കിൽ പിന്നെ അത് തൊടാറിയില്ല, ഈ ഉച്ചയ്ക്ക് കഴിക്കണത് തന്നെ. അപ്പോൾ ഇനി മീനൊക്കെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മരിച്ചിനി അവിയലിനുള്ള മരിച്ചിനിയും കട്ട് ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടാണ് മീൻ കട്ട് ചെയ്യാനായിട്ട് നിന്നത്. അപ്പോൾ കുറച്ച് മീൻ പൊരിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് മീൻ അല്ലാണ്ട് വറ്റിച്ച് ഇപ്പോൾ ഞാൻ നല്ല വറ്റിക്കണില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് വറ്റിക്കണുണ്ട്. എന്നിട്ട് രാത്രി എടുത്ത് ഫുള്ളായിട്ട് അങ്ങ് വറ്റിച്ച് വെച്ചാൽ നാളെ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു മാങ്ങയൊക്കെ വാങ്ങിച്ചുകൊണ്ട്, ഒരു മാങ്ങയല്ല 3 മാങ്ങ 50 രൂപയായിരുന്നു. ചോദിച്ചപ്പോൾ അവർ 4 തന്നു. 4 മാങ്ങ 50 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. പ്രത്യേകിച്ച് മീനിലിടാൻ വേണ്ടിയായിരുന്നു വാങ്ങിച്ചത്. ഇങ്ങനെയുള്ള മീനൊക്കെ ഇങ്ങനെ മാങ്ങയൊക്കെ ഇട്ട് വറ്റിച്ച് വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ചൂര് ഞാൻ എൻ്റെ ജന്മത്ത് കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുകയാണ്. എല്ലാവരും പറയുന്നുണ്ട് നല്ല ടേസ്റ്റാണ് വെച്ചാലെന്ന്, പക്ഷേ വെച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു മാങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, സാമ്പാർ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ ഇട്ടതുകൊണ്ട് തക്കാളി ഇട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇട്ട് കറിവേപ്പിലേക്ക് ഇട്ട് ഇനി നമ്മൾ അരയ്ക്കുമ്പോഴേക്ക് ഇപ്പം വറ്റിച്ച് വെക്കണമെന്ന് പറഞ്ഞാലും നെത്തോലി വറ്റിക്കുമ്പോഴൊക്കെ അരയ്ക്കണം ആ രീതിയിലല്ല അരയ്ക്കണത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഒക്കെ ഇട്ട് തന്നെയാണ് നമ്മൾ സാധാരണ മീൻകറിക്ക് എങ്ങനെയാണോ അരയ്ക്കണത് അതുപോലെ തന്നെയാണ് അരയ്ക്കുന്നത്. ഇനി അരച്ച് ഒന്ന് കലക്കി ഉപ്പും ചേർത്ത് അടച്ച് വെച്ചാൽ അതവിടെ ഇരുന്നങ്ങ് വെന്തോളും. പിന്നെ മാങ്ങ ഇട്ടതുകൊണ്ട് പുളി കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ എപ്പോഴും മാങ്ങയൊക്കെ ഇട്ടിട്ട് പുളിയുടെ കാര്യം മറന്നു. അപ്പം ഞാനിതിങ്ങനെ ഓർമ്മിച്ച് നിന്നിട്ടാണ് കുറച്ച് പുളി എടുത്തോളും. അപ്പോൾ അതും അടുപ്പത്താക്കിയിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ മരിച്ചിന് വെന്തിരിക്കുകയായിരുന്നു. ഞാനതിന് ആദ്യത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞ് രണ്ടാമത്തെ വെള്ളം വെച്ചിട്ട് അതും അതും ഊറ്റിക്കളഞ്ഞ് ഇങ്ങനെ മരിച്ചിന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ മീൻ അടുപ്പത്താക്കിയപ്പോഴേക്ക് ഇനി കുറച്ച് തേങ്ങ തിരിയതുണ്ടായിരുന്നു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മരിച്ചിനിയിലേക്ക് ഇട്ട് അതിനെ ഒന്ന് ഇളക്കി കൂട്ടി എടുത്തതിന് ശേഷം ഇതിന് അരപ്പിനെ ഒന്ന് ചൂട് കയറ്റി എടുക്കണമല്ലോ.
അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുത്താൽ അത് ചെറുതായിട്ടങ്ങ് ചൂട് കയറിക്കോളും. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ പച്ച എണ്ണ ഒഴിക്കാം, വേണമെങ്കിൽ കടുക് വറുത്ത് ഒഴിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ മരിച്ചിന് അവിയൽ എന്നുള്ള രീതി ആയതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇത്രയും ആയപ്പോഴേക്കും മരിച്ചിന് അവിയൽ റെഡിയായി. നമ്മുടെ പയർ മെഴുക്ക് വരട്ടി അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി മീനും കൂടെ പൊരിച്ചാൽ മാത്രം മതി. ഇന്നത്തെ വിഭവങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ മരിച്ചിന് അവിയലവിടെ മാറ്റി വെച്ച് ഇന്നിതാ ഒരു പാൻ എടുത്ത് എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മുടെ ഈ ചൂരക്കുട്ടി എന്ന് പറയാനും പറ്റില്ല. നമ്മൾ സാധാരണ ചൂരക്കുട്ടി എന്ന് പറയുമ്പോൾ ചെറിയ കുറച്ചും കൂടെ വലുതല്ലേ എന്ന് വെച്ചാൽ ചെറിയ ചൂര തന്നെയാണ്. ഇതിനെ എന്തോന്ന് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത്രയ്ക്ക് ചെറിയ ചൂര. അപ്പോൾ അതിനെ അങ്ങ് പൊരിക്കാനായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. കേശുവിന് ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ ഒന്നാമത് നോൺ വെജ് അലൗഡ് അല്ല. അപ്പോൾ മോൻ വരുമ്പോഴേക്കും ഇതുപോലെ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ പാവമല്ലേ, ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതല്ലേ. അപ്പോൾ മീനൊക്കെ ഇനി പൊരിച്ച് അപ്പോൾ എൻ്റെ ജോലികളൊക്കെ എല്ലാം ഇവിടെ തീർന്നിട്ടുണ്ട്. ഉച്ചത്തേക്കുള്ളത് ചോറായിട്ടുണ്ട്. ചോറും ഞാൻ പറഞ്ഞു 4 അരി ഇടുകയുള്ളൂ, നമുക്ക് അത്ര ആൾക്ക് മതിയല്ലോ, 2 ആൾക്ക് മതിയല്ലോ. ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ മരിച്ചിനി അവിയലായി, മീൻകറിയായി, മെഴുക്ക് പുരട്ടിയായി, മീൻ പൊരിച്ചതായി, അങ്ങനെ എല്ലാം ഉച്ചത്തേക്കുള്ള സംഭവങ്ങളൊക്കെ എല്ലാം റെഡിയായി ഞാനവിടെ ഒതുക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി പാത്രങ്ങൾ കാണുമല്ലോ, എത്ര അപ്പോഴപ്പോഴും കഴുകിയാലും വീണ്ടും പാത്രങ്ങൾ കാണും. അക്ഷയപാത്രം പോലെ നമ്മുടെ സിങ്ക് അവിടെ ഇരിക്കുകയില്ല, അത് ഒരു സമയത്തും ഒഴിയാറില്ല. എപ്പോഴും ഇങ്ങനെ ഒഴിഞ്ഞു കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്നാലും എന്തെങ്കിലും ഒരു സ്പൂണെങ്കിലും ആ സിങ്കിനകത്ത് ഇല്ലാണ്ടിരിക്കൂല. പിന്നെ മഴ ഒത്തിരി ഒന്ന് തോർന്ന് നിൽക്കുകയാണ്. തോർന്നതെന്ന് പറയാൻ പറ്റില്ല, നല്ല കോളുണ്ട്. എന്നാലും ഒന്ന് തുള്ളി എടുത്തിട്ടുണ്ട്. നേരത്തേക്ക് ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞത് കേട്ടിട്ടായിരിക്കും വീണ്ടും ഒന്ന് മഴ വന്നു പോയി. അപ്പോൾ അതിനുശേഷം കേശുവിനെ വിളിക്കാനായിട്ട് പോയി. കേശുവിനെ വിളിച്ച് ഞങ്ങൾ 2 ആളും കൂടെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴേക്ക് കേശുവിന് ചെറിയൊരു പിണക്കം. എന്ന് വരുമ്പോഴേക്കും അവിടെ ഒരു കടയിൽ കയറി എന്തെങ്കിലും വാങ്ങിക്കും. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു ഇന്ന് അവിടെ നിർത്തേണ്ട, എന്ന് വാങ്ങിച്ചു കൊടുക്കണം ശരിയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു പിണക്കത്തിലാണ് കേശു അവിടെ നിൽക്കുന്നത്. മഴ തകർക്കയാണ്. മഴ അങ്ങനെ ഇന്നത്തെ ദിവസം തോന്നില്ല. ഇടയ്ക്ക് ഒത്തിരി സമയം മാത്രം ഒന്ന് തോന്നാൻ നിന്നിട്ട് വീണ്ടും ഭയങ്കര മഴ. പിന്നെ ഇതാ എൻ്റെ കത്തികൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ, അമ്മയുടെ വീട്ടിൽ ചെന്നപ്പോഴും അവിടെ ഒരു 3-4 പിച്ചാത്തിയുണ്ട്. എല്ലാം നല്ല സൂപ്പറായിട്ട് മുറിയണത്. എൻ്റെ പിച്ചാത്തിയുള്ള കാര്യം ഒന്നും പറയണ്ട, ഞാൻ എപ്പോഴും ഇതിൽ പറയണതാണ്. പക്ഷേ അപ്പം അമ്മ പറയുന്നുണ്ട് നീ നല്ലതുപോലെ അതൊന്ന് തേച്ചെടുത്താൽ മതിയെന്ന്. ഓ മുട്ട പൊരിച്ചു തരാം മോനെ, മുട്ട പൊരിച്ചു തരാം. അമ്മ താണ്ട ഇവിടെ ഉള്ളി അരിയാണ് മുട്ട പൊരിക്കാനായിട്ട്. എന്തിന് പൊട്ട് തരൂല? കേശുവിന് ഒരു സ്വഭാവമുള്ള, അയ്യത വീഡിയോയിൽ കാണുകയാണ് കേശുവിന് ഒരു സ്വഭാവമുള്ള എന്താണെന്ന് അറിയാമോ? കേശുവിനെ കണ്ടുണ്ട്. ഇതാണ്ട കാണിച്ചാണ്. എന്തിനാണ് നിനക്ക് പൊട്ടെന്ന് കാണിച്ചാണ്? ഇങ്ങനെ കൈ ഉറിഞ്ചി. ഇപ്പോഴും ഈ നിങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ വിരൽ കൂടി മാറിയില്ലേ ചേച്ചിന്ന്, അത് മാറ്റാനായിട്ട് വയസ്സ് 4 സ്കൂളിൽ പോണവനാണ്. നാണക്കേട് തന്നെ കേശു. അവൻ ഇതുവരെ അത് മാറിയിട്ടില്ല. പക്ഷെ ഈ കൈ ഉറിഞ്ചുമ്പോ എന്തെന്നറിയാമോ, എന്റെ പൊട്ട്, എനിക്ക് ഒരു സമയം പൊട്ട് വയ്ക്കാൻ പറ്റൂല. എന്റെ പൊട്ട് എടുത്തിട്ട് ആ പൊട്ട് വെച്ചിട്ട് അവ ഇങ്ങനെ മൂക്കിലൊട്ടിക്കും. എന്നിട്ട് വേണ്ട കാണിച്ചു കൊടുത്താണ് നീ എന്തിനാണ് പൊട്ടെടുക്കണേന്ന് കാണിച്ചു തരാം. കേശു എന്തിനാണ് വേണ്ട ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് കൈ ഉറിഞ്ചിട്ട് ഓടിക്കളഞ്ഞു. കൈ ഇങ്ങനെ ഉറിഞ്ചിട്ട് ആ പൊട്ടിൽ ഇങ്ങനെ തടവിയാണ് കൈ ഉറിഞ്ചണത്. എപ്പോഴും എന്റെ നെറ്റിയിൽ പൊട്ടിയിരിക്കുന്നത് കണ്ടാലും അവൻ അപ്പൊ കൈ ഉറിഞ്ചണം. അപ്പൊ പതിയെ മാറുമായിരിക്കും, ഒരു രക്ഷയും ഇല്ല അല്ലാണ്ട് മാറ്റാനായിട്ട്. അപ്പൊ ഞാൻ എന്തോ പറഞ്ഞു, മഴയുടെ കാര്യമാണെന്ന് തോന്നുന്നു. അപ്പോഴേ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു കൊച്ചുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പുള്ളിക്കാരത്തിയെ. കാരണം എല്ലാ വീഡിയോയ്ക്കും ആള് കമന്റ് ഇടും, ഭയങ്കര സ്നേഹത്തോടെയാണ് എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്യും. അപ്പോൾ ആളെ എൻ്റെ അടുത്ത് ചോദിച്ചു ചേച്ചിക്ക് എന്താണ് ചേച്ചിയുടെ വിഷമമെന്ന്. കാരണം ചേച്ചിയുടെ വീഡിയോയിൽ കാണുമ്പോഴൊക്കെ ചേച്ചിയുടെ മുഖത്തൊരു സങ്കടം ഉണ്ടെന്ന് പറയും. സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ മാക്സിമം എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ നല്ല ചിരിച്ചാണ് നിൽക്കാറ്. കാരണം നമ്മളെ സങ്കടം കാണാനല്ലല്ലോ നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ നമുക്കായിട്ട് നമ്മളെ വീഡിയോ കാണാനായിട്ട് സ്പെൻഡ് ചെയ്യണത് തന്നെ ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞ് ആരെയും അങ്ങനെ ബോറടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് പിന്നെ മനുഷ്യനല്ലേ, വിഷമങ്ങൾ കാണും,
സന്തോഷം കാണും. അതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതം. നമ്മൾ ഫിലോസഫിയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇപ്പൊ അങ്ങനെ ഭയങ്കര വിഷമിച്ച് നിൽക്കേണ്ട സാഹചര്യമൊന്നും ദൈവം സഹായിച്ച് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ആള് പറയുന്നുണ്ട്, മിക്കവാറും ഞാൻ ചേച്ചി ശ്രദ്ധിക്കും, ചേച്ചിയുടെ മുഖത്തൊരു ഒരു വിഷമഭാവം ഉണ്ടെന്ന്. അപ്പൊ ഞാന് പുള്ളിക്കാരിയോട് എല്ലാവരോടും പറയാണ്, എനിക്ക് അങ്ങനെ ഇപ്പോഴും അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും വിഷമിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ എന്താണ്, ചിലപ്പോ എന്റെ മുഖം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. അപ്പൊ അതൊക്കെ ഗ്ലാസ് പൊട്ടൂലേ? കേശുവിനെ കാണാൻ വേണ്ടി കേശു അയ്യോ വയ്ക്കുന്നു മൂക്കിപ്പൊട്ടൻ, ഇതാണ് മൂക്കിപ്പൊട്ടൻ. പിന്നെ ഒരു കാര്യമുള്ളത്, ചേച്ചി ക്യൂ ആൻഡ് എ ചെയ്യോ എന്ന്, ലെനിജി ക്യൂ ആൻഡ് എ ചെയ്യുമെന്ന് കുറേ നാളുകൊണ്ട് എനിക്ക് FB-യിലും അതുപോലെ യൂട്യൂബിലൊക്കെ കമന്റ് ആയിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കൊരു മടി ആയതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ക്യൂ ആൻഡ് എ ചെയ്യാത്തത്. അപ്പോൾ ക്യൂ ആൻഡ് എ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ഇട്ടേക്കണമെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾ അവിടെ വന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ മതി. എനിക്ക് അറിഞ്ഞൂടാ, അത് എനിക്കൊരു എന്താ പറയാ, ചെറിയൊരു മടിയുള്ളത് കൊണ്ടാണ് കുറെ നാളോട്ട് ഇങ്ങനെ പറയണമെങ്കിൽ ഞാൻ അതിനെപ്പറ്റി വലിയ ഗൗരവമായിട്ട് എടുക്കാത്തത്. അതുമല്ല, ഞാനൊക്കെ ക്യൂ ആൻഡ് നടത്തിയാല് അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ക്യൂ ആൻഡ് സെഗ്മെന്റ് വേണം എന്നുള്ളവര് വേണം എന്നാണ് നിങ്ങളുടെയും താല്പര്യം എന്നുണ്ടെങ്കിൽ അത് എന്നെ ഒന്ന് അറിയിച്ചാൽ മതി. ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടേക്കാം. അപ്പൊ എന്റെ അടുത്ത് ചോദിക്കാനുള്ള കാര്യങ്ങളെല്ലാം അതിൽ ചോദിച്ചാൽ മതി. അപ്പം അതിനുള്ള മറുപടി പറയാം. പിന്നെ വൈകുന്നേരമായി, സിറ്റ് ഔട്ടും സ്റ്റെപ്പും ഒക്കെ എപ്പോഴും മഴ പെയ്ത് കഴിയുമ്പോഴേക്കും ഒരുമാതിരി ചെളി പോലെ കിടക്കും. അപ്പോൾ അതൊന്ന് കഴുകി ഇറക്കുകയാണ്. പിന്നെ വെള്ളം ഒഴിപ്പിട്ട്, ഈ മഴ പെയ്യുമ്പോൾ അറിയാമല്ലോ തൂക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുറത്തൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ആ സ്റ്റെപ്പൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതേപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് അങ്ങ് മാറ്റാമെന്ന്. അല്ലാണ്ട് തൂത്താലൊന്നും പെട്ടെന്നൊന്നും പോകില്ല, ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. വേറെ അധികം ചവറൊന്നുമില്ല, കേശു കഴിച്ച എന്തോ സംഭവം മാത്രമേ അവിടെ ഉള്ളൂ. ആ ഒരു കുപ്പി എന്ന് പറഞ്ഞാൽ എപ്പോഴും എടുത്ത് കളിച്ചുകൊണ്ടിരിക്കും. ഞാനെടുത്ത് പുറത്തിട്ടാലും അവ അതിനെ എടുത്തുകൊണ്ട് വരും. അതാണ് ആ ഒരു ചെറിയൊരു കുപ്പി അവിടെ കിടക്കുന്നത്. എന്റെ പാവയ്ക്ക് കണ്ട എന്താ, സത്യം പറഞ്ഞ് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഒരുപാട് ടെറസ് കൃഷി ഉണ്ടായിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. സൗണ്ട് എനിക്ക് ഒരുപാട് ടെറസ് കൃഷി ഉണ്ടായിരുന്ന സമയത്തും ഞാൻ ഒരുപാട് സംഭവങ്ങൾ കൃഷി ചെയ്ത് എനിക്ക് എല്ലാം നന്നായിട്ട് വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും പാവയ്ക്ക് മാത്രം എനിക്ക് അങ്ങനെ കിട്ടിയിട്ടേ ഇല്ല. പാവയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് പൂ മാറി ഇങ്ങനെ പിഞ്ചാവുമ്പോ തൊട്ട് അതിനെ കൊതുകുത്തിയിട്ട് അതങ്ങ് കൊഴിഞ്ഞു പോവാറാണ് പതിവ്. അപ്പൊ ഇതിലൊരു പാവയ്ക്ക് പിടിച്ച സമയത്ത് ഞാൻ അതിന് വലിയ മൈൻഡൊന്നും ചെയ്തില്ല. എല്ലാവരും പറഞ്ഞു ഒരു കവർ ഇട്ട് ഓട്, അല്ലെങ്കിൽ പേപ്പർ കെട്ടിയിടെന്നൊക്കെ പറഞ്ഞു. നമ്മളിങ്ങനെ അങ്ങനെ പൊന്നേ പൊറ്റിയെന്നും പറഞ്ഞ് പേപ്പറും ഒക്കെ കെട്ടിയിട്ട് അങ്ങനെയൊക്കെ നോക്കിയെങ്കിൽ ഉണ്ടല്ലോ അത് ചീത്തയായി പോകും. അപ്പൊ നമുക്ക് ഭയങ്കര വിഷമം തോന്നും മനസ്സിൽ. ഇതായിരുന്നാലും നമ്മളിവിടുന്ന് അന്ന് അമ്മ 2 പാവയ്ക്ക് തന്നായിരുന്നു എൻ്റെ അമ്മ. അപ്പൊ അതിലൊരു പാവയ്ക്ക് പഴുത്തതുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ അമ്മ അതിനെ വിത്തിട്ട് വെറുതെ കൊണ്ട് അതിന്റെ മൂട്ടിലിട്ട് പൊടിക്കണം, ഈ പൊടിക്കട്ടെന്ന് പറഞ്ഞിട്ടതാണ്. അങ്ങനെ പൊടിച്ച് അതങ്ങ് പടരാൻ തുടങ്ങിയപ്പോൾ സപ്പോർട്ട് കൊടുത്ത് നമ്മൾ പടത്തിയതൊക്കെ ശരി തന്നെ, പക്ഷെ ഇതിന് കാകിട്ടോ ഇല്ലെന്നൊന്നും ഒരു ഉറപ്പുമില്ലായിരുന്നു. അങ്ങനെ എന്തായാലും ഇവൻ ഇതുവരെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് നന്നായിട്ട് വരണുണ്ട്. അപ്പോൾ ഇത് ഏകദേശം എടുക്കാറായെന്നാണ് തോന്നുന്നത്. ഞാൻ വിചാരിച്ച അമ്മയും കൂടെ വന്നിട്ട്, അമ്മയ്ക്കാണ് ഈ പാവയ്ക്ക് ഇഷ്ടം, എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, ചേട്ടന് വലിയ താല്പര്യമൊന്നുമല്ല. അപ്പോൾ അമ്മ വരണതവരെ ഞാൻ നിർത്തിയിരിക്കുകയാണ്. ഇനി എന്തായാലും കൊതുകുത്തിയെന്ന് തോന്നിയാലും പെട്ടെന്ന് അങ്ങ് അടക്കാമല്ലോ. ആള് ഉഷാറായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഒരു കുഞ്ചൻ പാവയ്ക്കയും കൂടെ അതിൽ വന്നിട്ടുണ്ട്. കുറേ ഇങ്ങനെ പൂവ് മാറി ആ പാവയ്ക്ക്, കുഞ്ഞ പാവയ്ക്കുകളൊക്കെ വന്ന് കുറേയൊക്കെ കൊഴിഞ്ഞു പോയി, കുറേയൊക്കെ ഇപ്പൊ ചെറുതായിട്ട് നിൽപ്പുണ്ട്. രക്ഷപ്പെടുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഇതിന് ശരിയായി കിട്ടിയിട്ടുണ്ട്. ഓടിപ്പോയി ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടാണ് വന്നത്. ഇനി വിളക്ക് കത്തിക്കണം, വൈകുന്നേരം സന്ധ്യക്ക് വിളക്ക് കത്തിക്കണമല്ലോ. അപ്പൊ ഇനി അടുത്ത് അതിനുള്ള ജോലിയിലാണ്. കേശു അവിടെ ട്യൂഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2 ദിവസം, ഇന്നലെ ട്യൂഷൻ പഠിച്ചില്ല, മെനങ്ങാന്നില്ലായിരുന്നു. അപ്പൊ ഇന്ന് ഭയങ്കര മടിയായിരുന്നു ഇരിക്കാനായിട്ട്. പിന്നെ കിച്ചു ഒരു മുട്ടായിയൊക്കെ കൊടുത്തപ്പോഴേക്ക് ആള് സെറ്റായി അവിടെ ട്യൂഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി വിളക്ക് കത്തിച്ചു. ഇതൊക്കെ രാവിലെ വെച്ച പൂവാണ്, അതിനൊന്ന് മാറ്റിയിട്ട് വെള്ളം കൂടെ മാറ്റിയിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്.
ഓക്കെ വന്നു. പഠിച്ചോ പഠിച്ചോ. അപ്പൊ വിളക്ക് കത്തിച്ച് കിച്ചു ട്യൂഷൻ കഴിഞ്ഞിട്ട് പോയി. കേശു ഇപ്പൊ നല്ല ഉറക്കമാണ്. മുന്നേ അല്ലെങ്കിൽ അംഗൻവാടിയിൽ നിന്നൊക്കെ പോണ സമയത്ത് ഉച്ചയ്ക്ക് ഉറങ്ങുമല്ലോ. അപ്പൊ ഇപ്പൊ കേശുവിന് ഉറക്കമാണ് പറ്റാത്തത്. അതുകൊണ്ട് ഇപ്പൊ വന്നിട്ട് ട്യൂഷനെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് കിടന്നങ്ങ് ഉറങ്ങും. അപ്പൊ ഞാൻ എന്താ ഇനി മാങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഉപ്പും കായും ഒക്കെ ഇട്ടിട്ട് ഇനി ഇതിന് അച്ചാറിടണം. പിന്നെ വേറൊരു കാര്യമുള്ളത്, കേശുവിന്റെ പാട്ട് പഠിത്തം നിന്നിരിക്കുകയാണ്. അപ്പോൾ ഒരാളിങ്ങനെ കമന്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി കേശുവിന്റെ പാട്ട് പഠിത്തമൊക്കെ ഏതുവരെ ആയെന്ന്. അപ്പൊ ഞാൻ പിന്നെ ആ സമയത്തൊക്കെ അതിനെപ്പറ്റി പറയാതിരുന്നതാണ്. കേശു ഇപ്പോൾ ഒരു 2-3 മാസം ആവുമെന്ന് തോന്നുന്നു കേശുവിന്റെ ക്ലാസ് ഒക്കെ മുടങ്ങിയിട്ട്. അത് വേറൊന്നുമല്ല, കേശുവിന്റെ ടീച്ചറിന് ഒരു ഭയങ്കര ആക്സിഡന്റ് പറ്റി. പാട്ട് പഠിപ്പിക്കാനായിട്ട് ടീച്ചർ ഇങ്ങോട്ട് വരെയായിരുന്നു. നമുക്കിവിടെ ആണെങ്കിൽ നമ്മളിപ്പോൾ ബൈപ്പാസ് 6 വരി പാത, മുമ്പ് 4 വരി ആയിരുന്നു, അതിപ്പോൾ 6 വരി പാതയായി. അപ്പോൾ നമ്മുടെ ഈ തമ്പുരാമുക്ക് എന്ന് പറയും, നമ്മുടെ ആ താഴത്തെ ജംഗ്ഷൻ എപ്പോഴും ആക്സിഡന്റ് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുവഴി പോകാനായിട്ട്. എല്ലാ ദിവസവും ഇപ്പൊ അതൊരു കാഴ്ച അല്ലാതായി ആക്സിഡന്റ്. ഒരുപാട് മരണങ്ങൾ കാര്യങ്ങളൊക്കെ സംഭവിച്ചതാണ്. അപ്പോൾ ഒരു ദിവസം ടീച്ചർ കേശിനെ പഠിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വരും. 5 മണിക്കാണ് ക്ലാസ്. ഇപ്പൊ ടീച്ചർ വരണേന് ഒരു അരമണിക്കൂർ മുന്നെയാണ് മെസ്സേജ് അയക്കണത്, ഇന്ന് ക്ലാസ് ഉണ്ട് 5 മണിക്കാണെന്നുള്ളത്. അപ്പൊ ടീച്ചർ അങ്ങനെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ വരാണ്ടിരിക്കേയില്ല. അപ്പൊ അന്നും ടീച്ചർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു 5 മണിക്ക് ക്ലാസ് ആണെന്ന്. അപ്പൊ ഞങ്ങള് ഇപ്പൊ കേശുണ്ട്, മിന്നുണ്ട്, സിന്ധുജയുണ്ട്, അങ്ങനെ ഇവര് 3 പേരാണല്ലോ സ്റ്റുഡൻസ് ടീച്ചറിന്റെ. അപ്പൊ പിള്ളേരെല്ലാരും അവരുടെ അമ്മമാരൊക്കെ കൊണ്ട് പിള്ളേരെ ഇവിടെ ആക്കി. പിള്ളേർ 5 മണി തൊട്ട്, 5 മണിയല്ല 4:45 തൊട്ട് എല്ലാവരും ഇവിടെ കളിയും ബഹളമായിട്ടിരിക്കുകയാണ്. 5 മണിക്കല്ലേ ടീച്ചർ വരുള്ളൂ. 5 ആയി, 5:15 ആയി, 5:30 ആയി, ടീച്ചറെ കാണാനില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ടീച്ചറെ വിളിക്കുമ്പോഴേക്കും ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ ടീച്ചറെ ഫോണ് ബിസി ആയിരുന്നു. പിന്നെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ ടീച്ചർ ഫോൺ എടുക്കാനില്ല, ഫുൾ ബെല്ല് കേട്ട് തീർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ വിളിച്ച് ഒരു 5:15 തൊട്ട് 5:45 വരെ ഞാൻ ഇങ്ങനെ ടീച്ചറെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ ഫോൺ എടുക്കാനില്ല. അപ്പൊ കേശുവിന് അത് കഴിഞ്ഞിട്ട് പിന്നെ ട്യൂഷൻ ഉണ്ട്. അങ്ങനെ ഞാൻ കിച്ചുവിന്റെ അടുത്ത് 6 മണിക്ക് ട്യൂഷൻ പഠിപ്പിക്കാൻ വരണമെന്ന്, എന്നിട്ട് കേശുവിന് മ്യൂസിക് ക്ലാസ് ഉണ്ട്, അപ്പൊ നീ 6 മണിക്ക് വന്നാൽ മതി എന്ന് ഞാൻ അവന്റെ അടുത്തും പറഞ്ഞു. അങ്ങനെ നോക്കി ഒരു 6 മണി ആവാറായപ്പോഴേക്കും പിന്നെ നമുക്ക് ദേഷ്യം വരുമല്ലോ, ഇവർ വിളിച്ചിട്ട് എടുക്കണതുമില്ല. ഇടയ്ക്ക് വിളിച്ചപ്പോ ബിസി ആയിരുന്നു. അങ്ങനെ ഞാൻ ചെന്നിട്ട് കിച്ചുവിനെ വിളിച്ചു. അവന് കിച്ചു ടീച്ചർ വരണ കോളൊന്നുമില്ല, നീ പഠിപ്പിക്കാൻ വന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ട്യൂഷൻ പഠിപ്പിക്കാൻ വന്നു. ഒരു 6:15 ആയപ്പോഴേക്കും എന്നൊരു ഫ്രണ്ട് ഉണ്ട്, മിന്നുവിന്റെ അമ്മ ശാലിനി, അവള് വിളിച്ചിട്ട് പറഞ്ഞ, എടി അത് നീ കാര്യമല്ലെന്ന് അറിഞ്ഞാന്ന് ചോദിച്ചു. ഞാൻ എന്തോന്ന് കാര്യം? പിന്നെ ടീച്ചർ പഠിപ്പിക്കാൻ വരാതിരുന്നത് വേറെ ഒന്നുമല്ല. അപ്പൊ ഈ പിള്ളേരൊക്കെ ഇവിടെ നിൽക്കലായിരുന്നു. അപ്പൊ അവരമ്മമാരൊക്കെ വന്ന് അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോയി, ടീച്ചർ വരാത്തതുകൊണ്ട്. അപ്പൊ ഒരു 6:15 ആയപ്പോഴേക്കും അവള് വിളിച്ചിട്ട് പറഞ്ഞ്, ടീച്ചർ ഇങ്ങോട്ട് വരണ സമയത്ത് താഴെ തമ്പുരാൻ നട വെച്ച് ടീച്ചറിന് ഭയങ്കര ആക്സിഡന്റ് പറ്റി. അങ്ങനെ മിന്നുന്റെ അച്ഛനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ആക്സിഡന്റ് പറ്റി. അതാരാണെന്ന് ആർക്കും മനസ്സിലായില്ല. നോക്കിയപ്പോഴേക്ക് അപ്പൊ അണ്ണ നോക്കിയപ്പോഴാണ് നോക്കി ഹെൽമെറ്റ് മാറ്റിയപ്പോഴാണ് വീണ ടീച്ചറാണെന്ന് മനസ്സിലായത്. അങ്ങനെ അപ്പൊ തന്നെ ആംബുലൻസിലൊക്കെ കയറ്റി അവർ ഹോസ്പിറ്റലിൽ വിട്ട്. ടീച്ചറിനെ അപ്പൊ ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു, ഒരു പിക്കപ്പ് വന്ന് ഇടിച്ചിട്ട് ടീച്ചറിനെ ആ പിക്കപ്പിൽ വണ്ടിയിൽ കൊരുത്ത് ടീച്ചറിനെ കുറേ ദൂരം ഇങ്ങനെ വലിച്ചിഴച്ചിങ്ങ് കൊണ്ടുപോയി. ടീച്ചർ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കര സ്പീഡിൽ പിക്കപ്പ് വന്നിട്ട് ടീച്ചറെ ഇടിച്ച് തെറിപ്പിച്ച് വണ്ടിയോടുകൂടെ ടീച്ചറിനെ വലിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ വീണ്ടും ടീച്ചറിന്റെ ഫോണിൽ വിളിക്കണം, ആരെങ്കിലും എടുത്താലോ എന്ന് വെച്ചിട്ട്. അങ്ങനെ ടീച്ചറിന് ആരും ഫോൺ എടുത്തില്ല. കുറെ കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഓരോ ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പൊ നമുക്ക് ഇപ്പം ടീച്ചറിന്റെ വീട് കുറച്ചപ്പുറം തന്നെ, ഒരു 1.5 കിലോമീറ്ററിനകത്താണ് ടീച്ചറിന്റെ വീട്. അപ്പൊ ഞങ്ങൾ അവിടെ ഉള്ളവരെയൊക്കെ വിളിച്ച സമയത്ത് പറഞ്ഞത് ടീച്ചറിന് സീരിയസ് ആണ്, എന്താണെന്ന് അറിയാൻ പറ്റൂല, 24 മണിക്കൂർ കഴിഞ്ഞാൽ ടീച്ചറിന്റെ കാര്യം അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. സത്യത്തിൽ കുറേ നാളിന് ശേഷം നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷനും അടിച്ച് ഇങ്ങനെ നമ്മൾ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞില്ലേ, ഒരാപത്തും വരുത്തല്ലേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. രാത്രിയായിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയാണ്, എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കാനായിട്ട്. അപ്പോഴും പറഞ്ഞത് നാളെ രാവിലെ എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങിയ സമയത്ത് അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഒരാളെ വിളിച്ചപ്പോ പറഞ്ഞു, വന്നിട്ട് കാര്യമില്ല, കിംസിൽ കൊണ്ടുപോയിരിക്കുകയാണ്,
വന്നിട്ട് കാര്യമില്ല, ടീച്ചറിനെ കാണാനൊന്നും പറ്റൂല, വന്ന് ഇങ്ങനെ ഒരുപാട് പേര് പുറത്ത് നിൽപ്പുണ്ട്, അതുപോലെ വന്ന് പുറത്ത് നിൽക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പിന്നെ രാത്രി ആയപ്പോഴേക്കും എനിക്ക് ഉറങ്ങാൻ കയറിയ സമയത്ത് ടീച്ചർ മുകളിൽ സിറ്റ് ഔട്ടിൽ ഇരുന്നാണല്ലോ പാട്ട് പഠിപ്പിക്കുന്നത്. എനിക്കെന്തോ ടീച്ചർ അവിടെ വന്ന് പഠിപ്പിക്കാനായിട്ട് ഇരിക്കും പോലെയും, കാരണം ഞാനവിടെ കസേരയൊക്കെ എടുത്തിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നല്ലോ ടീച്ചറിന് വന്നിരുന്ന് പഠിപ്പിക്കാനായിട്ട്. ഉറങ്ങുകയാണെന്നുണ്ടെങ്കിലും ഉറക്കത്തിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയാണ്, ദൈവമേ ടീച്ചറിന് നാളെ നേരം വെളുക്കുമ്പോഴേക്ക് നമ്മൾക്ക് കേൾക്കാൻ പാടില്ലാത്തതൊന്നും കേൾക്കല്ലേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് 2 മണിക്കൊക്കെ ഉണരെയാണ്. ഈശ്വര, എന്തെങ്കിലും ആരെങ്കിലും വല്ല മെസ്സേജ് അയച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഫേസ്ബുക്കൊക്കെ ഞാൻ എടുത്ത് നോക്കണുണ്ട്, എന്തെങ്കിലും വരണുണ്ടോ, ഫേസ്ബുക്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഇടണുണ്ടോ എന്നൊക്കെ. അത്ര ടെൻഷനായിട്ട് രാവിലെ ഒരു 6 മണിയായപ്പോഴേക്ക് ടീച്ചറിന്റെ ഒരു നൈബറെ രാവിലെ വിളിച്ച് എന്തെങ്കിലും അറിഞ്ഞോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്നും അറിഞ്ഞില്ല, സീരിയസ് ആണ് എന്ന് മാത്രമേ അറിഞ്ഞോളൂ എന്ന് പറഞ്ഞു. പിന്നീട് അറിയണത് ടീച്ചർ കോമ സ്റ്റേജിലായി, 7 ദിവസം പറഞ്ഞിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ എന്ത് പറയാനായിട്ട് പിന്നെ അറിയുന്ന ന്യൂസ് ഒന്നും നല്ല ന്യൂസ് അല്ലായിരുന്നു ടീച്ചറിനെ പറ്റി ഓരോന്ന്. കാരണം ടീച്ചറിന് അന്ന് കരിക്കകം പൊങ്കാല സമയത്താണ്, കരിക്കകം ആ പൊങ്കാല ആ ഉത്സവ സമയത്ത് ടീച്ചറിന് അവിടെ ഒരു കച്ചേരി ഉണ്ടായിരുന്നു. അപ്പൊ ടീച്ചർ ആ സമയത്തൊക്കെ ടീച്ചർ ആ കരിക്കകത്തിന്റെ അടുത്ത് കിംസിൽ സീരിയസ് ആയിട്ട് ഓർമ്മയില്ലാതെ കോമ സ്റ്റേജിലോട്ട് 7 ദിവസം കോമയിലായിരിക്കും ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞ്, അത് കഴിഞ്ഞാലേ എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ശരിക്കും പ്രാർത്ഥിച്ച് ഒരുപാട് നമ്മളിങ്ങനെ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുമല്ലോ, ടീച്ചറിന് ഒന്നും ഒരു ആപത്തും വരുത്തല്ലേ എന്ന്. ടീച്ചറിന്റെ സ്റ്റുഡൻസ് എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു, പാരൻസിന്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു, ടീച്ചറിന്റെ എന്താ പറയാനായിട്ട് വേറെ ടീച്ചർമാരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. കരിക്കകം പൊങ്കാലയുടെ അന്നും ഒരുപാട് ടീച്ചറിന്റെ മോളും അതുപോലെ തന്നെ ടീച്ചേഴ്സും കുറെ പേരൊക്കെ ചെന്ന് ടീച്ചറിനായിട്ട് പൊങ്കാലയിട്ട്, അന്ന് കരിക്കകം പൊങ്കാലയുടെ അന്ന് ടീച്ചർ കണ്ണ് തുറന്നെന്ന് ഉള്ള വാർത്ത കേട്ട് കണ്ണ് തുറന്ന് എന്തോ 1-2 കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചെന്ന് പറഞ്ഞു. കാരണം ഫുൾ ഇഞ്ചുറി ആയിരുന്നു ടീച്ചറിന്, ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ, ഒരുപാടെന്ന് പറഞ്ഞാൽ ശരിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ടീച്ചറിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറയാനായിട്ട്, പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ടീച്ചറിന് ഡിസ്ചാർജായി. പക്ഷെ ഇപ്പോഴും ടീച്ചർ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന അവസ്ഥയിലായില്ല. ടീച്ചർ ഇപ്പോൾ ബെഡ് റെസ്റ്റ് ആണ്, പക്ഷെ എണീക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ കാലിലൊക്കെ ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്, നെഞ്ചിന്റെ കഴുത്തിലെ ഓപ്പറേഷൻ, അങ്ങനെ എന്തൊക്കെയോ മുതുകിൽ അങ്ങനെ കുറെ ഓപ്പറേഷനൊക്കെ നടന്നു. അപ്പൊ ബാക്കി ഞാൻ ഈ പറയണത് എത്ര ഓപ്പറേഷൻ എന്ന് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ഞങ്ങൾ ഞായറാഴ്ച ടീച്ചറിനെ കാണാൻ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച പോകണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. അപ്പോൾ എന്തായാലും പിന്നെ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞ് ടീച്ചറിന്റെ സംസാരശേഷി പോയെന്ന്. അപ്പോഴേക്കും അങ്ങനെ ഇരുന്ന് നമ്മൾ എന്താണെന്ന് അറിയില്ലല്ലേ വിളിച്ചിട്ട്. അപ്പൊ ടീച്ചർ ഇവിടെ അല്ല, ടീച്ചറിനെ ഇവിടെ കല്യാണം കഴിച്ചാണ് ഞങ്ങളെ വീട്ടിനടുത്ത് കൊണ്ടുവന്നത്. അപ്പൊ ടീച്ചറിന്റെ സ്വന്തം വീട്ടിലാണ് പോയതെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വിളിച്ച ഫോണും എടുക്കില്ല. അപ്പൊ പിന്നെ ആരും മക്കളുടെ നമ്പറൊന്നും അറിഞ്ഞൊന്നും കൂടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ എന്നൊരു ന്യൂസ് അറിയണ ടീച്ചറിന് ഇങ്ങനെ സംസാരശേഷി പോയി, അതിന് തിരിച്ചു കിട്ടുമെന്നുള്ളത് 1 വർഷം കഴിഞ്ഞ് അറിയാവൂന്ന്. അപ്പോൾ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ സംസാരശേഷി പോയെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടാനുള്ളതിന്റെ മാക്സിമം ശിക്ഷ പോലെയൊക്കെയാണ് തോന്നിയത്. പക്ഷെ അതറിഞ്ഞപ്പോൾ വീണ്ടും വിഷമമായി. അങ്ങനെ ഒരു വിധി അവർക്ക് കൊടുത്തല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇന്ന് ഞാൻ അറിയണ പിറ്റേന്ന് ഈ ഒരു സമയമായപ്പോഴേക്ക് ടീച്ചറിന്റെ കോള് വരണം. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കിയാണ്, ടീച്ചർ ഇങ്ങോട്ട് വിളിക്കണ്. ടീച്ചർ എനിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ വിളിച്ചപ്പോ ഇങ്ങനെ ഭയങ്കര അതിശയമായിരുന്നു. അയ്യോ ടീച്ചർ വിളിക്കാനോ, ടീച്ചർ തന്നെ സംസാരിക്കണം. ടീച്ചർ സ്വന്തം പറ്റി ഇങ്ങനെ ഒരാള് പറഞ്ഞ് ടീച്ചറിന്റെ സംസാരശേഷി പോയെന്ന്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണല്ലേ. അപ്പൊ അങ്ങനെ ഒരു കാര്യമേ ടീച്ചറിന്റെ സംസാരശേഷിയെ പോയിട്ടില്ല, ടീച്ചറിന്റെ ഒരു റിലേറ്റീവും കൂടെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോഴ് ടീച്ചർ MGM സ്കൂളിലെ മ്യൂസിക് ടീച്ചറായിരുന്നു. അവിടെയും ചെന്ന് ആരൊക്കെ പറഞ്ഞെന്ന് ടീച്ചറിന്റെ സംസാരശേഷി പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഒരാള് ഒരു പ്രാവശ്യം മരിക്കും, എന്തു പറയട്ടെ, നമ്മൾ മരിക്കണത് ഒരു പ്രാവശ്യമായിരിക്കും, പക്ഷെ ആൾക്കാർ നമ്മളെ 100 തവണ കൊല്ലും. ഓരോ കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇപ്പൊ പറയാറില്ല, ആരുടെയും നാവിൻ തുമ്പിൽ നിന്ന് നമ്മൾ ഒരാളെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്, വേറെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കരുത് എന്നത് ഭയങ്കര സത്യമാണ്. അങ്ങനെ എന്തായാലും ടീച്ചറിന് സംസാരശേഷിക്കുന്ന ഒരു കുറവുമില്ല. ഇനി എന്ന് ടീച്ചർ തിരിച്ചു വരൂ അന്ന് കേശുവിന്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ വിചാരിക്കും പോലെ അല്ലല്ലോ, ബാക്കിയെല്ലാം ദൈവത്തിന്റെ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് വേറെ വിഷമങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ മാക്സിമം ചിരിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് വീഡിയോയിൽ ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരാറ്. എപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഒരാളുടെ ചിരിച്ച മുഖം ഉണ്ടല്ലോ, അതാണ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്.
നമ്മളിങ്ങനെ പ്രസന്നരായിട്ട് ചിരിച്ച് നിൽക്കുമ്പോഴേക്ക് കാണുന്നവരാക്കും കൂടെ ആ ഒരു പോസിറ്റിവിറ്റി അങ്ങോട്ട് ചെല്ലും, ഒരു സ്പ്രെഡ് ആവും. അപ്പൊ അതുകൊണ്ട് മാക്സിമം ചിരിച്ച് നിൽക്കാനാണ് ഞാൻ നോക്കണത്. അപ്പൊ അതിന്റെ ഇടയിൽ എന്തെങ്കിലും വിഷമങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ആൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആൾക്ക് എൻ്റെ അടുത്തുള്ള ഒരു സ്നേഹം കൊണ്ടായിരിക്കും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ അങ്ങനെ ചോദിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. ചേച്ചിക്ക് എപ്പോഴും ഒരു വിഷമം പോലെ തോന്നണല്ലോ എന്ന് ചോദിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം സഹായിച്ച് ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്, ഇപ്പൊ എനിക്ക് അങ്ങനെയുള്ള പ്രത്യേകിച്ച് എപ്പോഴും വിഷമിച്ച് നടക്കാനൊക്കെ സിറ്റുവേഷനൊക്കെ ജീവിതത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ദൈവം സഹായിച്ച് അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി അച്ചാർ 2 അച്ചാറിട്ട് വയ്ക്കാനുണ്ട്. അപ്പോൾ അത് മാങ്ങയൊക്കെ നല്ല സെറ്റായിരിക്കുകയാണ്. അതിൽ നല്ല വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ടിരിക്കുന്നുണ്ട്. ഇനി ആ മാങ്ങ ഒന്ന് അച്ചാറിടണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമാക്കിയാണ് ഇടണത്. എനിക്കാണെങ്കിൽ കുറച്ച് കട്ടിക്ക് ഇരിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ കേശുവിൻ്റെ അച്ഛന് ഇതേപോലെ ഇങ്ങനെ കറി വേണം. അപ്പോൾ അച്ചാർ കൊടുത്താലും അതിൽ ഈ മാങ്ങ അങ്ങ് മാറ്റിയിട്ട് എത്ര നൈസാക്കി അരിഞ്ഞാലും അതങ്ങ് മാറ്റിയിട്ട് അതിൽ അരപ്പ് മാത്രം കഴിക്കും. എനിക്ക് എങ്ങനെ കഴിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടത്. അപ്പോൾ ഇതിപ്പോൾ നോർമൽ അച്ചാറാണ്, ഇതിനെപ്പറ്റി വേറെ ഒന്നും പറയാനൊന്നുമില്ല. അങ്ങനെ നോർമൽ ഒരു മാങ്ങ അച്ചാർ ഇട്ട് അതുപോലെ തന്നെ ഈ നക്ഷത്രപ്പുളിയില്ലേ, നമ്മുടെ ഇവിടുത്തെ ആനപ്പുളിഞ്ചിക്ക ഞാൻ ആദ്യമായിട്ട് അച്ചാറിടുകയാണ്. അപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ട് അച്ചാറിടണതും ഉപ്പിലിടണതും ഒക്കെ അന്നേ വിചാരിച്ചതാണ് കിട്ടിയാൽ അച്ചാറിടണമെന്ന്. അപ്പോൾ അതും സാധാരണ പോലെ നോർമലായിട്ട് തന്നെയാണ് അച്ചാറിട്ടത്. ആദ്യം ഞാൻ വിചാരിച്ച് ഉപ്പിലിടണമെന്നുണ്ടെങ്കിൽ നല്ല മുളക് വേണം. അപ്പോൾ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരാനൊക്കെ മറന്നുപോയി. അപ്പോൾ അതൊക്കെ അച്ചാറൊക്കെ ഇട്ട് വെച്ച് കേശു നല്ല ഉറക്കമാണ്. കേശുവിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ജോലികളൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി വെച്ച് എല്ലാം അടുക്കി പറക്കിയൊക്കെ ഒതുക്കിയൊക്കെ വെച്ചിട്ട് ഇനി കേശുവിൻ്റെ യൂണിഫോം അങ്ങ് തേച്ചിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ യൂണിഫോമും കൂടെയൊക്കെ അങ്ങ് തേച്ച് വെച്ചിട്ട് നാളത്തേക്കുള്ള ബെൽറ്റും അതുപോലെ തന്നെ മോൻ്റെ ബനിയനും എല്ലാം സോക്സും എല്ലാം എടുത്തങ്ങ് വെച്ചിരിക്കും. അപ്പോൾ നാളെ കുറച്ച് എളുപ്പമല്ലേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ ഒത്തിരി വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.